ഹായ്. 10ാം ക്ലാസ് കേരള SLC പരീക്ഷയുടെ റിവിഷൻ ക്ലാസ് ആണിത്. ഇന്ന് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി, വൃത്തങ്ങൾ, സർക്കിൾസ്, അതേപോലെ തൊടുവര, ടാൻജൻസ് ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരുന്നത്. ഇന്ന് നമ്മൾ പോളിനോമിയലുകൾ, ബഹുപദത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു മുഴുവൻ ക്ലാസ് അടങ്ങുന്ന ഒരു ക്ലാസ് അല്ല, പകരം എന്താ വെച്ചാൽ ഒരു റിവിഷൻ ക്ലാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പഠിക്കാം, ഇങ്ങനെ പഠിച്ച ആൾക്കാർക്ക് എളുപ്പം ഒന്ന് റിവൈസ് ചെയ്യാം, എക്സാമിന് മുൻപ് ഇതെല്ലാം ഒന്നും കൂടെ ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ് ആണ്. ഓക്കെ, റിവിഷൻ ക്ലാസ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ എടുക്കുന്നത് ബഹുപദം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പോളിനോമിയലുകൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. എന്താണ് പോളിനോമിയലുകൾ എന്ന് പറഞ്ഞാൽ? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുപദം എന്ന് ഇംഗ്ലീഷിൽ പോളിനോമിയൽ എന്ന് എഴുതി ഇങ്ങനെയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇനി പഠിക്കുമ്പോഴൊക്കെ പോളിനോമിയൽ എന്നായിരിക്കും കൂടുതൽ കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എഴുതിയത്. ഓക്കെ ഓക്കെ അപ്പൊ ബഹുപദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒന്നാം കൃതി പോളിനോമിയൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക, ax + b എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ p of x = ax. ഇത് ഒന്നാം കൃതിയിലുള്ള ഒരു പദമാണ്. ഓക്കെ, ഏകപദം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിന്റെ തന്നെ സമവാക്യമുണ്ട്, ഇക്വേഷൻ. അത് ax + b = 0 എന്നാണ്. ഇതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഇത് ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ലീനിയർ ഇക്വേഷൻ, ലീനിയർ പോളിനോമിയൽ. ഇത് ലീനിയർ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. എന്ന് പറയും അതിന് മലയാളത്തിൽ എന്ന് പറയും? രേഖീയ സമവാക്യം എന്ന് പറയും. ഓക്കെ, ഇതെന്താ? ഒന്നാം കൃതിയിലുള്ള ഒരു പോളിനോമിയൽ ആണ്. ഇത് സമവാക്യമാണ്. ഓക്കെ, ഇത് ബഹുപദമാണ്. ഇത് ഇക്വേഷനാണ്, സമവാക്യം. സമവാക്യം, ഇക്വേഷൻ. രണ്ടാം കൃതിയിലുള്ള പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ p of x എന്ന് പറഞ്ഞാൽ ax² + bx + c എന്നാണ് വരിക. ഇവിടെ അതിന് ഇക്വേഷൻ ax² + bx + c = 0 എന്നാണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദ്വിമാന സമവാക്യം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതെന്താ? ദ്വിമാന പോളിനോമിയലാണ്. ദ്വിപദം. ഇത് ഏകപദം, ഇത് ദ്വിപദം. രേഖീയ പദം, സമവാക്യം, ദ്വിമാന സമവാക്യം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട്. എന്താണ് ബഹുപദം, എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. വ്യത്യാസം എന്താ മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ എഴുതും. ഇനി പോളിനോമിയലിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സമവാക്യം അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ദ്വിമാന സമവാക്യം വേറെ പഠിക്കാനുണ്ട് അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഈ പോളിനോമിയലിനെ, ബഹുപദത്തെ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പോളിനോമിയൽ, ബഹുപദം. അതിങ്ങനെയാണ് മക്കളെ, ശ്രദ്ധിക്കുക. p of x = 2x + 3 ആണെങ്കിൽ എന്താണ് പോളിനോമിയലിന്റെ പ്രത്യേകത? p of 1, അതാണ് അതിന്റെ വില. 2 × 1 + 3, 2 + 3 5. p of 2, 2 × 2 + 3, 4 + 3 7. ഇനി p of x = x² - 5x + 2. അപ്പൊ p of 1 എന്തായിരിക്കും? 1ന്റെ സ്ക്വയർ മൈനസ് 5 × 1 + 2 എന്ന് പറഞ്ഞാൽ 1 - 5 + 2. 1 - 5 -4, -4 + 2 -2. ഓക്കെ, p of 2 എന്തൊരും? 2ന്റെ സ്ക്വയർ മൈനസ് 5 × 2 + 2, 2ന്റെ സ്ക്വയർ 4,
മൈനസ് 5 × 2 10 പ്ലസ് 2. അപ്പൊ എന്തുവരും 4 - 10 എന്ന് പറഞ്ഞാൽ എന്താ? 4 - 10 എന്ന് പറഞ്ഞാൽ -6. -6 + 2 എന്ന് പറഞ്ഞാൽ എന്താ? -4. അപ്പൊ ഇതാണ് പോളിനോമിയൽ. ഓക്കെ, സംശയമുണ്ടോ? ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. പൂജ്യം. സീറോസ്, പൂജ്യങ്ങൾ. സീറോസ് ഓഫ് എ പോളിനോമിയൽ അല്ലെങ്കിൽ പൂജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താന്ന് വെച്ചാൽ മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സമവാക്യം, ഒരു പോളിനോമിയൽ, ഒരു ബഹുപദം ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വില എന്താ? അതാണ് അതിന്റെ സീറോസ്. ഉദാഹരണത്തിന് ശ്രദ്ധിക്കുക, ഇപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, അത് 2x + 3. ഇതിന്റെ സീറോസ് എന്താന്ന് വെച്ചാൽ നമ്മൾ 2x + 3 = 0 നൽകുക. അപ്പൊ 2x = എന്ത് എഴുതാം? -3. x = എന്ത് എഴുതാം? -3. പി ഓഫ് എക്സ് = x - 5. അപ്പൊ എന്ത് എഴുതാം? x - 5 = 0 കൊടുക്കുക. x = 5. ഇതാണ് സീറോസ്. ഓക്കെ, മനസ്സിലുണ്ടോ? അപ്പൊ സീറോസ് ഓഫ് എ പോളിനോമിയൽ, പൂജ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി ഇത് തന്നെ ഒരു ദ്വിമാന പോളിനോമിയൽ ആയിരിക്കും. പി ഓഫ് എക്സ് = x² - 5x + 6. അപ്പൊ ഇതിന്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ? അതെങ്ങനെയാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, x² - 5x + 6 = 0. അപ്പൊ ഇതിനെ എങ്ങനെ, ഈ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഘടകങ്ങളാക്കണം. മൾട്ടിപ്ലൈ ചെയ്താൽ +6, ആഡ് ചെയ്താൽ -5. നമ്പർ എന്തൊക്കെയാ? മൾട്ടിപ്ലൈ ചെയ്താൽ +6, അതാണ് +6. ആഡ് ചെയ്താൽ -5. നമ്പർ എന്തൊക്കെയാ? -3ഉം -2ഉം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x² - സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഇവിടെ എന്താ? -3x - 2x എഴുതാം. +6. അപ്പോൾ ദേ ഇവിടെ x പുറത്തെടുക്കുക, x × x - 3. ഇവിടെ -2 പുറത്തെടുക്കുക, -2 × -3. ഇവിടെ മൈനസിലാണ് തുറക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് മൈനസ് പുറത്തെടുക്കണം. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഉറപ്പായിട്ട് എന്തേ ഇവിടെ രണ്ടിടത്തും ഒരേപോലെ ആയിരിക്കും. ആ x - 3 പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാവും? x - 2. ഈ x ആണ് ഇത്, -2 ആണ് ഇത്, = 0. അപ്പോൾ ഈ x - 3 = 0 വന്നാൽ x = 3. x - 2 = 0 വന്നാൽ x = 2. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ P(2) കണ്ടുപിടിച്ച് നോക്കിയേ നിങ്ങൾ. P(2) എന്ന് പറഞ്ഞാൽ 2² - 5 × 2 + 6 അത് = 0 ആണ്. P(3) കണ്ടുപിടിച്ച് നോക്കിയേ. 3² - 5 × 3 + 6 = 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ എക്സിന്റെ വാല്യൂവിന് പകരം 2ഉം 3 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയാ. സീറോസ്, പൂജ്യങ്ങൾ എന്ന് പറയാ. സീറോസ് എന്താണ്? 2ഉം 3ഉമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ദ്വിമാന സമവാക്യത്തിൽ എളുപ്പമാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എളുപ്പം അത് ചെയ്യാൻ. ഇനി ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇങ്ങനെ ഒരു പോളിനോമിയൽ എഴുതുകയാണ്. 2x² -7x - 6 പ്ലസ് 6. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യുക? അത് ഓർത്തിരിക്കണം. അതെങ്ങനെ ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നേരത്തെ ചെയ്യുന്ന പോലെ ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്താൽ +6 അല്ല വേണ്ടേ, പകരം ഇവിടെ x² എന്തുണ്ട്? ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, 2 ആണ്. ഇതിന് മുൻപത്തെ ക്വസ്റ്റ്യനിൽ x² എന്തായിരുന്നു? x² - 5x. അപ്പൊ അവിടെ x² കോഎഫിഷ്യന്റ് x² കൂടെ കിടക്കുന്നത് 1 ആയിരുന്നു. ഇവിടെ അങ്ങനല്ല, 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഒന്നല്ല എങ്കിൽ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു പ്ലസ് 6 പ്ലസ് ആഡ് ചെയ്താൽ ഈ ഇത് തന്നെ എന്താ മൈനസ് കുറിച്ചുണ്ടോ. അപ്പൊ പി ഓഫ് എക്സ് സമം 2x² മൈനസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്താൽ -7 ആഡ് ചെയ്താൽ +12 ഉള്ളത് എന്തൊക്കെയാ? -4ഉം -3ഉം. കാരണം -4 പ്ലസ് -3 സമം -7. -4 ഇൻറ്റു -3 സമം +. ആ -4ഉം -3ഉം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു? -4x - അത് എവിടുന്നാ വന്നത്? ഈ 7നെ ഇങ്ങനെ പ്ലസ് ആണ്. അപ്പൊ എന്ത് എഴുതാം? 2x² നോക്കുക -4x ശ്രദ്ധിക്കുക -4x -3x പ്ലസ് ആദ്യത്തെ 2 ടേം എടുക്കാം. അവിടെ നിന്നും കോമൺ ഫാക്ടർ 2x പുറത്തെടുക്കാം. 2x പുറത്തെടുത്താൽ 2x പുറത്തെടുത്താൽ ബാക്കി ഇവിടെ x ഉണ്ട് -2 ഉണ്ട്. ശരിയല്ലേ? ഇവിടെ ഒരു x ഉണ്ടാവും, ഇവിടെ ഒരു -2. ഇവിടെ മൈനസ് ആണെങ്കിൽ ഉറപ്പായിട്ടും മൈനസ് പുറത്തെടുക്കണം. പ്ലസ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മൈനസ് ആണെങ്കിൽ ഇവിടെ -3 പുറത്തെടുത്താൽ പിന്നെ എന്തുണ്ട്? എക്സ് ഇവിടെ -3 ഇൻറ്റു എക്സ് -3x -3 ഇൻറ്റു -2 പ്ലസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ശരിയല്ലേ? അപ്പൊ എന്തെഴുതാം? അപ്പൊ നമ്മൾ ഇവിടുന്ന് രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തെടുത്തു? x-2 പുറത്തെടുത്തു. സംശയമുണ്ടോ? അപ്പൊ x-2 പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട്? 2x - 3. x - 2 2 സമം 0 എന്ന് എഴുതിയാൽ x is equal to 2. 2x - 3 സമം 0 എന്ന് എഴുതിയാൽ 2x is equal to 3. x is equal to 3/2. സംശയമുണ്ടോ? ഇതാണ് എന്ത്? ദ്വിമാന പോളിനോമിയലുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെ എളുപ്പം ചെയ്യാം? സമവാക്യം വെച്ച് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം മക്കളെ. ax² പ്ലസ് bx പ്ലസ് c സമം 0 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a) എക്സിന്റെ വില -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a). ഓക്കെ, ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലുകൾ വില കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 2 വില കിട്ടും. ആ 2 വില എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെ വില p എടുത്താൽ ആ p എന്തായിരിക്കും? -b പ്ലസ് √(b² - 4ac/2a) എന്നാണ്. രണ്ടാമത്തെ വില q എടുത്തു കഴിഞ്ഞാൽ എന്തൊരു? -b മൈനസ് √(b² - 4ac/2. ശരിയല്ലേ? എക്സിന്റെ വിലയാണ് 2 ഇവിടെ 2 കിട്ടിയത് കണ്ടോ? 3/2ഉം 3/2. അത് വേണമെങ്കിൽ എക്സാമ്പിൾ ചെയ്യണോ? ഇവിടെ ഞാൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. ജസ്റ്റ് നോക്കി 2x² മൈനസ് 7x പ്ലസ് 6. അപ്പൊ a എന്താ? 2, b എന്താ? -7, c എന്താ? 6. b² - 4ac b² - 4ac എന്ത് വരും? b², 7ന്റെ സ്ക്വയർ 49 മൈനസ് 4 into a 4 into 2 8 8 into 6 48. അപ്പൊ എന്തോന്നു? അപ്പൊ എക്സിന്റെ വില x is equal to -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a) എന്ന് പറഞ്ഞാൽ -b എന്ന് പറഞ്ഞാൽ -7 പ്ലസ് 7 പ്ലസ് ഓർ മൈനസ് 1/2. അപ്പൊ എന്തൊരു? 7 plus 1 8/2 into 2 എന്താ? 4 8/4 or 7 minus 1 6 6/4 8/4 എന്താ? 2 4 അതല്ലേ? 2 or 3/2. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പൊ സമവാക്യങ്ങളിൽ നിന്ന് സീറോസ് എന്താണെന്ന് ഞാൻ പഠിച്ചു.
ഓക്കെ, ഇനി അടുത്തത് സീറോസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് സീറോസ് കിട്ടിയാൽ സമവാക്യം ഉണ്ടാക്കുക. ഉദാഹരണത്തിന് സീറോസിന്റെ പൂജ്യങ്ങൾ, ആ പൂജ്യങ്ങള് പിയും ക്യൂ ആന്ന് വെച്ചോ. അപ്പം ഈ പിയും ക്യൂ ആണെങ്കിൽ ഇപ്പൊ ഒരു സമവാക്യം ഉണ്ടാക്കാനുള്ള മാർഗം പി ഓഫ് എക്സ് സമം, ശ്രദ്ധിക്കുക, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നല്ലേ വരണ്ടേ. ഇങ്ങനെ സമവാക്യം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ എഴുതണം, എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് തുക ഇൻറ്റു എക്സ് എ പ്ലസ് ഗുണനം എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് പി പ്ലസ് ക്യൂ ഇൻറ്റു എക്സ് എ പ്ലസ് പി ക്യൂ. ഇതാണ് പി ഓഫ്. സംശയമുണ്ടോ? എപ്പോഴും ഒരു പോളിനോമിയൽ ഉണ്ടാക്കുക ഇങ്ങനെയായിരിക്കും. ഇനി ഒരു പോളിനോമിയൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ തുക പി പ്ലസ് ക്യൂ കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്, നെഗറ്റീവ് ബി ബൈ എ ആയിരിക്കും. പി ക്യൂ കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്, സി ബൈ എ ആയിരിക്കും. ഇതാണ് തുക, ഇത് ഗുണനം. സീറോസിന്റെ തുക, സീറോസിന്റെ ഗുണനം. സംശയമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ എളുപ്പമായി പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, ശിഷ്ട സിദ്ധാന്തം. ശിഷ്ടം, റിമൈൻഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും. റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം അല്ലെ. അപ്പൊ റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് ഞാൻ ഈ പറയാൻ പറ്റും. ശിഷ്ട സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ആ ശിഷ്ട സിദ്ധാന്തം ഇങ്ങനെയാണ് മക്കളെ. പി ഓഫ് എക്സ്, എന്താ ശിഷ്ടം എന്ന് പറഞ്ഞാൽ അതറിയാമായിരിക്കും അല്ലേ, എങ്കിലും ചില ആൾക്കാർ മറന്നുപോയിട്ടുണ്ടാവുമോ. ഇപ്പൊ 7നെ 5 കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ 1 5 5, ശിഷ്ടം 2. ഈ 2നെയാണ് നമ്മൾ ശിഷ്ടം എന്ന് പറയാ, റിമൈൻഡർ. ഓക്കെ, 2. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, മക്കളെ. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന, ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. ഓക്കെ, ഈ പോളിനോമിയലിനെ ശ്രദ്ധിക്കുക, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ, ശ്രദ്ധിക്കുക, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ, ശ്രദ്ധിക്കുക, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ, അതിനെ ശ്രദ്ധിക്കുക എക്സ് മൈനസ് എ കൊണ്ട് ഹരിക്കുന്നു. പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശിഷ്ടം, റിമൈൻഡർ എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. ഓക്കെ, പി ഓഫ് എക്സിനെ എക്സ് പ്ലസ് എ കൊണ്ട് ഹരിക്കുന്നു. അതേപോലെ പി ഓഫ് എക്സിനെ എ എക്സ് മൈനസ് ബി കൊണ്ട് ഹരിക്കുന്നു. പി ഓഫ് എക്സിനെ എ എക്സ് പ്ലസ് ബി കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ ഏറ്റവും ശിഷ്ടം എന്തായിരിക്കും? എക്സ് പ്ലസ് എ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം റിമൈൻഡർ പി ഓഫ് മൈനസ് എ ആയിരിക്കും. എ എക്സ് മൈനസ് ബി കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പി ഓഫ് ബി ബൈ എ ആയിരിക്കും. എ എക്സ് പ്ലസ് ബി കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പി ഓഫ് നെഗറ്റീവ് ബി ബൈ എ. ഇതാണ് റിമൈൻഡർ. ഇതെങ്ങനെ വന്നേ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഇത് വന്നേ? എക്സ് മൈനസ് എ ഈക്വൽ ടു 0 എന്ന് കൊടുത്തേ, എക്സ് ഈസ് ഇക്വൽ ടു എ. എക്സ് പ്ലസ് എ ഈസ് ഇക്വൽ ടു 0 എന്ന് കൊടുത്തേ, എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് എ. എ എക്സ് മൈനസ് ബി ഈസ് ഇക്വൽ ടു 0 എന്ന് കൊടുത്തേ, എ എക്സ് ഈസ് ഇക്വൽ ടു ബി, എക്സ് ഈസ് ഇക്വൽ ടു ബി ബൈ എ. എ എക്സ് മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് കൊടുത്തേ, എ എക്സ് ഈസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി, എ എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് ബി, എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് ബി ബൈ എ. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഇതാണ് ശിഷ്ട സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതിയാൽ മക്കളെ ശ്രദ്ധിക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ x-3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് പി ഓഫ് 3. പി ഓഫ് 3 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. പി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. പി ഓഫ് 5 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിന് പകരം 5 ഇട്ട് കൊടുക്കുക. അതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് റിമൈൻഡർ തിയറം. അടുത്തത് ഫാക്ടർ, ഘടകം. എങ്ങനെയാ, എന്താണ് നമുക്കറിയാം എന്താ ഘടകം എന്ന് പറയാം. ഉദാഹരണത്തിന് 8ന്റെ ഒരു ഫാക്ടർ ആണ് 2. കാരണം 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 × 2 8, റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആവുന്നതിനെയാണ് ഘടകം. ഓക്കെ, റിമൈൻഡർ 0 ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഘടകം എന്ന് പറയാ. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ അതിനെ x-a കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് എ ആണ്. പി ഓഫ് എ ഈക്വൽ ടു 0 വന്നാൽ അത് ഫാക്ടർ ആയിരിക്കും. റിമൈൻഡർ 0 ആയിരിക്കും. എന്താണ് ഫാക്ടർ ഓർ ഘടകം? ഘടകം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഈക്വൽ ടു 0 ആയിരിക്കണം. ശിഷ്ടം എന്തായിരിക്കണം? ഇതാണ് ശിഷ്ടം, റിമൈൻഡർ. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ x+a കൊണ്ട് ഹരിച്ചാൽ പി ഓഫ് ശിഷ്ടം എന്താ? പി ഓഫ് നെഗറ്റീവ് എ ആയിരിക്കും. പി ഓഫ് നെഗറ്റീവ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഫാക്ടർ ആണെന്ന് പറയും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ ax - b കൊണ്ട് ഹരിച്ചാൽ എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ ax - b കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പി ഓഫ് b/a ആയിരിക്കും. പി ഓഫ് b/a ഈക്വൽ ടു 0 വന്നാൽ അതിന്റെ അർത്ഥം ഘടകമാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ ax + b കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പി ഓഫ് നെഗറ്റീവ് b/a ആയിരിക്കും. അപ്പൊ പി ഓഫ് നെഗറ്റീവ് b/a ഈക്വൽ ടു 0 വന്നാൽ എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ടു 0 വന്നാൽ ax - b ഒരു ഫാക്ടർ ആയിരിക്കും. മനസ്സിലുണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നാൽ എന്താണ് നമ്മൾ പറയുക മക്കളെ? പി ഓഫ് b/a 0 വന്നാൽ ax - b ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആണ്. ഇവിടെ ax + b ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആണ്. ഇവിടെ x+a ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആണ്. x - a ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആണ്. ഘടകമാണ്. ഘടകം. ഓക്കെ, ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകമാണ്. മനസ്സിലുണ്ടോ? ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകം. മനസ്സിലുണ്ടോ മക്കളെ? അപ്പോൾ ഇങ്ങനെയാണ് ഘടക സിദ്ധാന്തം, ഫാക്ടർ തിയറം ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് ശ്രദ്ധിക്കാം. എക്സാമിന് വേണ്ടി എളുപ്പം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് എളുപ്പം ഒന്ന് എഴുതി പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അടുത്തത് ശ്രദ്ധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുക. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ പറയുന്നു. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ x² - kx+. ഇതിന്റെ ഫാക്ടർ ഘടകമാണ്. ഘടകം ഓർ ഫാക്ടർ ആണ് x. അങ്ങനെയാണെങ്കിൽ kയുടെ വാല്യൂ എന്താണ്? അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എന്താ? x² - kx+. x - 2 എന്താ? ഫാക്ടർ ആണ്. ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? പി ഓഫ് 2 എന്തായിരിക്കും? 0. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 2 എന്ന് എഴുതാം. അപ്പൊ എന്തൊരു 2² - k × 2 + 6 = 0.
2 square എന്താ 4 മൈനസ് k ഇൻറ്റു 2 എന്താ 2k പ്ലസ് 6 അപ്പൊ എന്ത് വരും മൈനസ് 2k 6 പ്ലസ് 4 6 പ്ലസ് 4 എന്താ 10 ശ്രദ്ധിക്കുക 10 is equal to 0. Okay, minus 2k is equal to ശ്രദ്ധിക്കുക മക്കളെ minus 2k is equal to minus 5k minus 10 sorry ശ്രദ്ധിക്കുക minus 2k is equal to ഇതിനെ ഇപ്പുറത്ത് എടുക്കുമ്പോൾ minus 10 k is equal to minus 10 by minus 2 എന്നിടും. അപ്പോൾ k യുടെ വാല്യൂ കിട്ടി. നിങ്ങൾ p of x ഒന്ന് എഴുതി നോക്കിയേ എന്തായിരിക്കും ആൻസർ? p of x സമം എന്തെഴുതാം x സ്ക്വയർ മൈനസ് 5x പ്ലസ് കാരണം k സംശയമുണ്ടോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സിന്റെ വാല്യൂ. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ നോക്കാം വേറൊരു ചോദ്യം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 7. ഓക്കെ, ഇതിനെ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കുക എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ശിഷ്ടം 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെയുടെ വില എന്താ? റിമൈൻഡർ മക്കളെ ശ്രദ്ധിക്കുക, നമുക്കറിയാം എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ പി ഓഫ് 2 ആയിരിക്കും. ആ പി ഓഫ് 2 എന്താന്ന് പറഞ്ഞാൽ 1. അപ്പൊ എന്തൊരു എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 1ന്റെ സ്ക്വയർ മൈനസ് കെ ഇൻറ്റു 1 പ്ലസ് 7 സമം 0. 1 മൈനസ് കെ ഇൻറ്റു 1 എന്ന കെ പ്ലസ് 7 സമം 0. അപ്പൊ എന്തൊരു 7 പ്ലസ് 1 8. ശരിയല്ലേ? മനസ്സിലുണ്ടോ? അപ്പൊ എന്തൊരു കെ സമം എന്തായിരിക്കും? ഈ സിസ്റ്റം ഒന്നും എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സോറി എക്സ് മൈനസ് 2 കൊണ്ടല്ലേ സോറി എക്സ് മൈനസ് 2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നത് നമ്മള്. അപ്പൊ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വ്യത്യാസമുണ്ട്. പി ഓഫ് 2 സമം എന്നല്ലേ പറഞ്ഞേ? എഴുതിയപ്പോ ഞാൻ മാറിപ്പോയി. ശ്രദ്ധിക്കുക, പി ഓഫ് 2 സമം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2ന്റെ സ്ക്വയർ മൈനസ് കെ ഇൻറ്റു 2 പ്ലസ് 7 സംഭവിച്ചു. 2ന്റെ സ്ക്വയർ 4 മൈനസ് 2k പ്ലസ് 7 സംഭവിച്ചു. അപ്പൊ എന്തൊരു 4 പ്ലസ് 7 11. ഓക്കെ, അപ്പൊ മൈനസ് 2k സമം എന്തും 7 4 11 മൈനസ് 11. കെ സമം എഴുതാം മൈനസ് 11 ബൈ മൈനസ് 2 11/2. സംശയമുണ്ടോ? ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കെ കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 100% ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഫാക്ടർ ഓർ ഘടകമാണോ എന്ന് ചെക്ക് ചെയ്യുക. ചില സമയത്ത് എ കോമ ബി കണ്ടുപിടിക്കുക, 2 എണ്ണം കണ്ടുപിടിക്കാനായിട്ട് സമവാക്യം എഴുതി കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചേർത്തിട്ട് വേറൊരു വീഡിയോ ഞാൻ അടുത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നന്നായി പഠിക്കുക, ഭംഗിയായിട്ട് ഇത് ചെയ്തു നോക്കുക. ഓക്കെ, വൃത്തിയായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നന്നായി ചെയ്തു പഠിച്ചാൽ വൃത്തിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാവുന്ന ഒരു ചാപ്റ്ററാണ് പോളിനോമിയൽ. അപ്പൊ ഒരു എളുപ്പം നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ സഹായിക്കുന്നു വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.